ഹലോ ഓൾ. അപ്പോൾ ഇന്നലെ നീറ്റ് UG എക്സാം കഴിഞ്ഞു. കുട്ടികളെല്ലാവരും വളരെ സങ്കടത്തിലാണ് സത്യം പറഞ്ഞാൽ. കാരണം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ പല സ്റ്റുഡൻസിന്റെ ഒരു റിയാക്ഷനൊക്കെ പലരും ഷൂട്ട് ചെയ്തിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം അവർ വിചാരിച്ച ലെവലിലല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്കും തോന്നി ആരും വിചാരിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ എഴുതിയ അന്ന് നീറ്റ് പരീക്ഷയില്ല, AIPMT ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ആണ്. അതിന് സിമിലർ ആയിട്ടുള്ളൊരു പേപ്പറായിട്ട് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. ഓക്കെ, ആ രീതിയിലുള്ള, അതായത് pre-2016 ഒരു AIPMT പേപ്പറായിട്ടാണ് എനിക്ക് എന്ത് ചെയ്തത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഡിസ്കഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ദർ ആർ സർട്ടൻ ഇൻസൈറ്റ്സ് ഫ്രം ദിസ്. നമ്മൾ ഫ്യൂച്ചറിൽ ഈ എക്സാമിന് എങ്ങനെ റെഡി ആവണം എന്നുള്ളതും എങ്ങോട്ടാണ് ഈ എക്സാം ട്രെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് പേപ്പർ നോക്കിയത് ഫിസിക്സ് ആണ്. ഫിസിക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ലെങ്തിയർ ആൻഡ് ടഫർ എന്നുള്ള. എന്താണ് ഷഫീർ സാറിന് തോന്നിയത്? ഫിസിക്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു JEE മെയിനിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും 45 ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ലെങ്തി ആണ്. ഈവൻ പാരഗ്രാഫ് തന്നെ ലെങ്തി ആണ്. അത് വായിക്കാൻ തന്നെ സമയമെടുക്കും. ഏകദേശം ഒരു 1 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ്സോളം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ വേണം. പിന്നെ അഗെയിൻ ഒരു 1 or 2 മിനിറ്റ്സ് സോൾവ് ചെയ്യാനും വേണം. അപ്പോൾ ഒരു മോർ ദാൻ 30 ക്വസ്റ്റ്യൻസ് പെർ ക്വസ്റ്റ്യൻ 3 മിനിറ്റ് എടുക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ പലതും വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ചിലതൊക്കെ കുറച്ചുകൂടെ മാത്തമാറ്റിക്കലാണ്. ഈവൻ നമുക്ക് അത്യാവശ്യം നല്ല മാത്തമാറ്റിക്സ് ബേസിൽ ഒരാൾക്ക് ഇപ്പൊ ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയുന്ന ഒരു സ്റ്റുഡന്റ്, അങ്ങനത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ്. ഞാൻ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു. ഇപ്പൊ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഒക്കെ ഉപയോഗിക്കേണ്ട, അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിയിൽ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് നമ്മൾ അങ്ങ് ലൈറ്റ് ആക്കി എടുത്ത, യൂഷ്വലി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫിസിക്സ് ആണ് ലീസ്റ്റ് പ്രയോറിറ്റിയിൽ കുട്ടികൾ പലരും വെക്കാറുള്ളത്. ബയോളജിയും കെമിസ്ട്രിയിൽ അവർ സ്ട്രോങ് ആയിരിക്കും. അത് കഴിഞ്ഞ 2 വർഷത്തെ ട്രെൻഡ് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ബയോളജി ഫിസിക്സ് കുറച്ച് വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ആയതിന്റെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ മുമ്പ് ഫിസിക്സ് അങ്ങനെ അല്ലായിരുന്നു. ഒന്ന് നമ്മൾ എഴുതിയ സമയത്തും അല്ലായിരുന്നു. ഈവൻ 2-3 ഇയേഴ്സ് മുമ്പുള്ള ഒരു ഫിസിക്സ് പേപ്പർ എനിക്ക് ഓർമ്മയുണ്ട്. ഫിസിക്സ് അത്യാവശ്യം ടഫായിട്ട് വന്നിട്ട് നമ്മൾ നീറ്റിൽ മൊത്തത്തിൽ പിറകിൽ പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേ കാര്യം ഇത്തവണ സംഭവിക്കോ എന്നുള്ളതാണ് എനിക്ക് ഇതിലുള്ള പേടി എന്നുള്ളത്. അതായത് മേ ബി ഒരു മെഡിക്കൽ സീറ്റുകൾ 85% സ്റ്റേറ്റ് കോട്ടയിലായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പക്ഷെ എയിംസ് ജിപ്മറിലൊക്കെ പോകുന്ന കുട്ടികളുടെ എണ്ണം കുറയുമോ എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വാസിൽ സാർ തോന്നുന്നു? അതെ, പിന്നെ അതില് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ AIPMT ലെവൽ എന്ന് പറഞ്ഞത് ബയോളജി വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത് തോന്നി. ഞാൻ AIPMT എഴുതിയാണ്. അപ്പോൾ അതില് സാധാരണ ബയോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ NCERT, നമ്മൾ പൊതുവെ പറയാം NCERT ഇസ് ദ ബൈബിൾ ഓഫ് നീറ്റ് എന്നൊക്കെ പറയുന്നത്, അതിന്റെ അതേ സെന്റൻസുകൾ അതേപോലെ ചോദ്യം വരിക. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പലതും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ, വല്ലാതെ എക്സ്ട്രാ ഉള്ള ചോദ്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിന്റെ ഒരു പാറ്റേൺ ഭയങ്കരമായി മറ്റേ AIPMT ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുക, അതിൽ ഇത്ര എണ്ണം കറക്റ്റ്, അതുപോലെ തന്നെ ABCDE വരെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. അതായത് ഇപ്പോഴത്തെ എക്സാം നോക്കുകയാണെങ്കിൽ തോന്നുന്നത് UPSC എക്സാം എഴുതുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് കുറച്ച് അസേർഷൻ റീസൺ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്, മൾട്ടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ. സാധാരണ നമ്മൾ ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ സാധാരണ എടുത്താൽ അതിന്റെ 4 ഓപ്ഷൻസ് നോക്കിയാൽ മതി. 4 സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് അതിൽ ഏതൊക്കെയാണ് ശരി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന്റെ 4 ഇരട്ടി ടൈമാണ്. ഒരുപാട് ടൈം, മൊത്തം ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലിസ്റ്റ് മാച്ചിങ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ളതാണ്. അതായത് യൂഷ്വലി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് ബയോളജി ഫിനിഷ് ചെയ്തിട്ട് ബാക്കി സമയം ഫിസിക്സിനും കെമിസ്ട്രിക്കും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ സ്റ്റുഡൻസിന് മോർ ദാൻ 1 hour ബയോളജിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും, പൊതുവെ ബയോളജി ഈസിയും കൂടി ആകുമ്പോൾ അതിൽ സേവ് ചെയ്യുന്ന ടൈം ഫിസിക്സിൽ കൊടുക്കുക എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ സ്ട്രാറ്റജി. അത് ഇത്തവണ ഇപ്രാവശ്യം നടക്കൂല എന്നുള്ളതാണ്. അതെ, അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ ബേബി ടോപ്പ് റാങ്കേഴ്സിൽ നമ്മൾ കുറച്ച് ബാക്കിലോട്ട്. അതായത് ഒരു JEE മെയിൻ ലെവലിലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും പ്രിപ്പയർ ചെയ്തവർക്ക് ഇത്തവണ ടോപ്പ് റാങ്കിൽ, ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് റാങ്കിൽ വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോയിൽ 6 മാസം മുമ്പ് ഞാൻ ഷഫീർ സാർ പറഞ്ഞിട്ട് ഇത്തവണ NTA പണി തരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. എന്തായാലും അത് അതേപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾ ഇതിന് ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി പറയാനുള്ള ഒരു കാര്യം. അല്ലെ, എന്തിനാ ടെൻഷൻ അടിക്കണം? അതായത് എക്സാം വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്തതിന്റെ ഒരു നിരാശ എല്ലാവർക്കും എന്തായാലും ഉണ്ടാകും. കാരണം 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു സാറ്റിസ്ഫാക്ടറി രൂപത്തിൽ എക്സാം എഴുതാൻ കഴിയാതെ വരുമ്പോൾ കുട്ടികൾ എന്തായാലും സങ്കടപ്പെടും. പക്ഷെ അതിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ടഫ് ആയാലും ഇനി ഡിഫിക്കൽട്ട് ആയാലും ഒക്കെ അൾട്ടിമേറ്റ്ലി എല്ലാവരും ഒരുപോലെയാണ് അത് ബാധിക്കുക. പിന്നെ മാർക്ക് എത്ര കിട്ടി എന്നുള്ളതും അല്ല, റാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ നമുക്ക് തരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് 670 അല്ലെ 670 അതിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും അതിനേക്കാൾക്ക് ഒരുപാട് കുറവായിരിക്കും MBBS സീറ്റിന്റെ കട്ട് ഓഫ് വരാൻ പോകുന്നത്. അപ്പം എക്സാം ടഫായി, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഈക്വലിയാണ് അഫക്ട് ചെയ്യുക.
പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് എപ്പോഴും ടഫർ എക്സാം വരുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അല്ല ഇതില് പൊതുവെ ഇത്രയൊക്കെ ഒരുപാട് തവണ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും പല ആളുകൾക്ക് അത് ഒരു accept ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രാജുവലി അങ്ങനെ കട്ട് ഓഫ് ഇങ്ങനെ ഉയർന്നു പോകുന്നവർ കാണുന്നുണ്ടല്ലോ. ഒരു 600 മുകളിലേക്ക് പോവാതെ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ പറ്റും. വളരെ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കട്ട് ഓഫ് എത്രയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കട്ട് ഓഫ് പ്രിഡിക്ട് ചെയ്താണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റ് പ്രിഡിക്ട് ചെയ്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ കട്ട് ഓഫ് പ്രിഡിക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാറ്റ എനിക്ക് വേണം. പക്ഷെ ഞാൻ എന്റെ ഒരു അനാലിസിസ് ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഫിസിക്സിലെ ഒരു പകുതിയിൽ കൂടുതൽ ആളുകൾക്ക്, അതായത് ഞാൻ നന്നായി പഠിച്ച ഒരു കുട്ടിയെ എടുത്താൽ പോലും ഫിസിക്സിൽ പകുതിയിൽ കൂടുതൽ ഒരാൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 100 മാർക്ക് മാക്സിമം 100 മാർക്കാണ് ഞാൻ കാണുന്നത്. ഇതേപോലെ കെമിസ്ട്രിയിൽ ഒരു 140 to 150 മാർക്സ് ആണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ബയോളജിയിൽ മേ ബി 340 അല്ലെങ്കിൽ 350 ഒക്കെ വന്ന ആളുകൾ ഉണ്ടാവാം. റൈറ്റ്. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കാം. ഒരു 340 ബയോളജിയിൽ, ഒരു 140 കെമിസ്ട്രിയിൽ, 480 ആയി, പ്ലസ് ഫിസിക്സിൽ 580, 590 ആണ് നന്നായി പഠിച്ച, എബോ ആവറേജ് പഠിച്ച, പ്രോബ്ലി ഒരു എക്സാമിന് മേ ബി 650 എബോ അല്ലെങ്കിൽ 660 എബോ ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത് കിട്ടാൻ പോകുന്നതാണ് എന്റെ ഒരു ഗഡ് ഫീലിംഗ് ആണിത്. ഇതിന് പ്രത്യേകിച്ച് ഡാറ്റ ബാക്ക് ഞാൻ പേപ്പർ ഫുള്ള് വായിച്ചെന്ന് എനിക്ക് തോന്നിയ കാര്യം അതാണ്. അപ്പൊ ഇതൊരു ഫാക്ട് ആണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് ഒക്കെ സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് മേ ബി അതിനേക്കാളും താഴോട്ട് വരും. ഞാൻ പറഞ്ഞത് ഒരു മാക്സിമം ലിമിറ്റ് ആണ് എനിക്ക് തോന്നിയത് പറഞ്ഞത്. ഇപ്പൊ ഒരു ഫിസിക്സിൽ ഒരു 80 എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്കോർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കെമിസ്ട്രിയിൽ ഒരു 130, ബയോളജിയിൽ ഒരു 330 സംതിങ്. റൈറ്റ്. അപ്പൊ ഒരു 330 പ്ലസ് 130 പ്ലസ് 80 എന്ന് പറയുമ്പോൾ ഒരു 540. ഇതൊക്കെ നല്ല സ്കോർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടി ഡാറ്റ ബാക്ഡ് ആയിട്ടാണ് അനാലിസിസ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നടത്താം. കുറച്ചുകൂടി, കാരണം പല കുട്ടികൾക്കും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ വരില്ല ഇത് ആൻസർ പേപ്പർ നോക്കാൻ പോലും ഒരു ടെൻഷൻ. എന്തായാലും 600-ൽ താഴെ എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ്ലി 500 താഴെ, 575 താഴെ, 550 താഴെ എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മേ ബി അല്ലെങ്കിൽ 550 അറൗണ്ട് നമുക്ക് റഫ്ലി നമുക്ക് തൽക്കാലം പറഞ്ഞു. എനിക്ക് തോന്നുന്നു 600 പ്ലസ് കിട്ടുന്ന ആൾക്കാരൊക്കെ ടോപ്പ് ഓൾ ഇന്ത്യ ലെവലില് ഒരു ടോപ്പ് 1000-നുള്ളിൽ വരുമെന്നാണ് എന്റെ ഒരു അനാലിസിസ്. നിങ്ങൾക്ക് 600 പ്ലസ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് 1000-ൽ വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റൈറ്റ്. യെസ്. അല്ല അത് പെട്ടെന്ന് മനസ്സിലാവാൻ നമ്മൾ മുമ്പ് ഈ ടഫ് ആയിരുന്ന സമയത്തുള്ള റാങ്കുകളും ഇപ്പൊ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ ഉയർന്ന കട്ട് ഓഫ് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പെക്ടേഷനും എല്ലാ കാര്യങ്ങളും. അതാണ് ഇപ്പം ഇത്രയും ഡിപ്രസ്ഡ് ആവാനുള്ള കാരണം. അപ്പൊ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ 18-ലുള്ള ഒരു ഏകദേശം 664 ആണെന്ന് തോന്നുന്നുണ്ട് കേരള ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് തന്നെ 670-ന്റെ മേലെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ലോജിക്കലി കുറച്ചൊന്ന് ആശ്വസിക്കാനുള്ള. അതായത് നമ്മൾ പഠിക്കുന്ന രീതികളിൽ, നമ്മൾ നീറ്റിനെ കാണുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഫസ്റ്റ് തിങ് ഈസ്, കഴിഞ്ഞ വർഷങ്ങളിൽ കട്ട് ഓഫ് ഇത്രത്തോളം വേൾഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺസിലൊന്നും ഇത്തവണ NTA ഫസ്റ്റിനെ എലിമിനേറ്റ് ചെയ്തു. അതായത് 20 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്. ബേസിക്കലി 800-ൽ 720 മാർക്കിനായിരുന്നു നീറ്റ് നടന്നിരുന്നത്. ഇത് 720-ൽ 720 മാർക്കായി. അതിന്റെ എത്രത്തോളം ഇമ്പാക്ട് ആ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? കൃത്യമായിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ 10th കഴിഞ്ഞിട്ട് തന്നെ പാരന്റ്സ് ഒക്കെ ചോദിക്കുന്നതാണ് മാത്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. +1 +2 മാത്സ് ഒഴിവാക്കിയിട്ട് PCB മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകും. നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ, മാത്സ് അറിയാത്ത ഒരാൾക്ക് ഫിസിക്സിന്റെ 80% തൊടാൻ പറ്റില്ല. അതെ. അതായത് ഹയർ ലെവൽ മാത്തമാറ്റിക്സ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊടാൻ പറ്റില്ല. അതിൽ തന്നെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അസേർഷൻ ടൈപ്പിനൊക്കെ പകരം ന്യൂമറിക്കലാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. എന്നാൽ ബയോളജിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അസേർഷൻ റീസൺ പോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കാണാനും പറ്റുന്നുണ്ട്. ഈവൻ കെമിസ്ട്രി എനിക്ക് തോന്നുന്നു കുറെ ന്യൂമറിക്കൽസ് വന്നു. ഓർഗാനിക് കെമിസ്ട്രി കുട്ടികളെ കുറച്ച് ഒരു ഓവറോൾ ഡിഫിക്കൽട്ടി ലെവല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ പേപ്പറിൽ ഒരു 28% ഹാർഡും അതുപോലെ തന്നെ 38% മീഡിയം, ഒരു 60% ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഫിസിക്സിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 35% ഹാർഡും 42% മീഡിയം എന്ന് വെച്ചാൽ ഏകദേശം 80% ഓഫ് ദ പേപ്പറും എബോവ് ആവറേജ് ആയിട്ട് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കെമിസ്ട്രിയിലും 33% ഹാർഡും 42% മീഡിയം, അതും അത്യാവശ്യം നല്ല പേപ്പർ തന്നെയാണ്. പിന്നെ ബോട്ടണി ആൻഡ് സുവോളജി ആണ് നിയർലി കുറച്ചുകൂടെ ഈസിയർ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ എക്സാമിൽ ഇപ്പോൾ ഫൗണ്ടേഷനിലേക്ക് പല ആൾക്കാരും ജെയ്ക്ക് മാത്രം ഫൗണ്ടേഷൻ മതി, നീറ്റിന് ഒന്നും വേണ്ടതില്ല, കാരണം നീറ്റ് പൊതുവെ എളുപ്പമല്ലേ എന്നുള്ളത് തോന്നലുണ്ട്. ഇനി ആ തോന്നൽ പറ്റുമോ?
അതിനി പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞൊരു 4 വർഷത്തെ ട്രെൻഡ് കൃത്യമായിട്ട് ഉണ്ടാക്കിയ ഡാമേജ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചേഞ്ച് ഇതിന്റെ എക്സാം പാറ്റേണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഗോയിങ് ഫോർവേഡ് ഓൾസോ നീറ്റിന് ഈ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ അല്ലെങ്കിൽ നല്ല റിസൾട്ടിൽ എത്താൻ പോകുന്നത് മേ ബി +2ന്റെ കൂടെ ടൈം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ജസ്റ്റ് കുറെ കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് കാര്യങ്ങൾ കുറെയൊക്കെ മാറും. അത്യാവശ്യം ബേസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്കായിരിക്കും ഇനി ഗോയിങ് ഫോർവേഡ് നീറ്റ് എക്സാമിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ റിപ്പീറ്റേഴ്സിന് കിട്ടുന്ന ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ മക്കപ്പ് ചെയ്യാനും അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ചും ബയോളജിയിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ്ലി നമ്മളെ ഈവൻ ഫിസിക്സ് കെമിസ്ട്രി പോലും എന്താണ് കൈൻഡ് ഓഫ് ഒരു ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു, അവിടെ അത് വർക്ക് ആവുമായിരുന്നു. അതെ അതെ. ഇപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് കുറയാനുള്ള ചാൻസ് ആണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ പാറ്റേൺ മാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കുറയുകയും എന്നാൽ അതേ സമയത്ത് പിന്നെ കുറച്ചും കൂടി ഫണ്ടമെന്റലി സ്ട്രോങ് ആവുകയും അതിന്റെ കൂടെ എനിക്ക് ബയോളജി നോക്കിയപ്പോൾ തോന്നിയത് ഈ ക്വസ്റ്റ്യൻ പാറ്റേണിനോട് നല്ല ഫെമിലിയറൈസ് ആവണം കുട്ടികൾ. ഈ അസേഷൻ റീസൺ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനോടൊക്കെ ഫെമിലിയർ ആവുകയും അതിലൊരു സ്പീഡ് സ്വയം അക്വയർ ചെയ്യുകയും ചെയ്താലാണ് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്. അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾക്കായിരിക്കും ഇനി അങ്ങോട്ട് നീറ്റും. എന്റെ ഒരു പ്രഡിക്ഷൻ എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ടോപ്പ് റാങ്കേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിലും മറ്റും ഡെഫിനറ്റ്ലി +2 പഠിച്ച കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. +2 പഠിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ +2കാരായതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ല, ഇൻഹറന്റ്ലി പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂടുതലുള്ള ആളുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ APMT ഫസ്റ്റ് ടൈം ഞാൻ APMT ചെയ്ത് എനിക്ക് 6000 എന്തായിരുന്നു എനിക്ക് റാങ്ക്. ഞാൻ പ്രിലിംസ് ക്വാളിഫൈ അന്ന് പ്രിലിംസ് മെയിൻസും ഉണ്ട് APMTക്ക്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസിൽ 6000 എന്തായിരുന്നു റാങ്ക്. 6000 ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ബയോളജി ഒന്നും ഞാൻ അധികം തൊട്ടിട്ടേ ഇല്ല, കാരണം ബയോളജി അറിയില്ലായിരുന്നു. പക്ഷെ ഫിസിക്സ് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, കുറെ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി സ്ട്രോങ് ആയതുകൊണ്ട് ഇതേ ഒരു കാര്യം ഇവിടെ ആവർത്തിക്കും. അതായത് ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ന്യൂമറിക്കൽ സോൾവിങ് എബിലിറ്റിയിൽ മുമ്പിലുള്ള കുട്ടികളുണ്ടാവും, ഇൻഹറന്റ്ലി മുമ്പിലുള്ള അല്ലെങ്കിൽ മേ ബി ഫൗണ്ടേഷൻസ് ഒക്കെ ചെയ്തു വന്നിട്ടുള്ള ബേസ് സ്ട്രോങ് ആയിട്ടുള്ള മാത്തമാറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള എന്നാൽ മെഡിസിന് പോകണമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇവര് അടുത്ത എക്സാം ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുണ്ടെങ്കിൽ ദീസ് സ്റ്റുഡൻസ് വിൽ ത്രൈവ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇവിടെ ഇനിയിപ്പം റിപ്പീറ്റ് ബാച്ചുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടക്കം ഇപ്പം പൊതുവെ +1 +2 നമ്മൾ കാര്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻ ചെയ്യാതെ നേരെ റിപ്പീറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന വർക്കാവാനുള്ള സാധ്യതകൾ കുറയുകയാണ്. +1 +2 പഠിച്ചതിന്റെ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ ആയിരിക്കും ഈവൺ റിപ്പീറ്റേഴ്സും ഒക്കെ റിസൾട്ട് ഉണ്ടാക്കിയത്. അതായത് വെറുതെ +1 +2 ബോർഡ് എക്സാം മാത്രം കണ്ടിട്ട് ഇനി എന്ത് ചെയ്യാം, ഒരു വർഷം നമുക്ക് നീറ്റിനല്ലേ ഒരു വർഷം കൊണ്ട് നമ്മൾ കുറച്ചുകൂടി മഗ്ഗപ്പ് ചെയ്ത് പോകാം എന്ന് വിചാരിക്കുന്നത് നടക്കില്ല. നേരെ മറിച്ച് +1 +2 കുറച്ച് സ്ട്രോങ് ആയി പഠിച്ച ആളുകൾ മേ ബി കുറച്ചുകൂടി ബാക്കൗട്ട് വന്നു, ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ പരിചയമില്ലാത്തവർ, അവർ റിപ്പീറ്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പാറ്റേൺ അനുസരിച്ച് അവർ പഠിച്ചാൽ അവർക്ക് ബെറ്റർ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ളത് ഇവിടെ എത്രത്തോളം പ്രധാനമാണ്. ഒരിക്കലും മാത്സ് ഇല്ലാത്തൊരു എക്സാം ആണ് ശരിക്ക് നീറ്റ്. ഇവിടെ മാത്സ് ഭയങ്കര പ്രാധാന്യത്തിൽ വരുന്നില്ല. നല്ല പ്രാധാന്യമാണെന്ന് മാത്രമല്ല, ഒരു ടോപ്പ് റാങ്കിൽ എത്താൻ അല്ലെങ്കിൽ എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൽ നന്നായിട്ട് സ്ട്രോങ് ആവണം. ഒന്നീ പറഞ്ഞ പോലെ ഫിസിക്സിൽ ഒരു 75% ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാരണം ഈ ഒരു കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിച്ച് സോൾവ് ചെയ്യുന്ന ഒരു എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ശരിക്കും മാത്സ് ആണ് കുട്ടികളിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതും ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ. ഇത് നേരത്തെ പരിചയം ഉണ്ടെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് കുട്ടികൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ തന്നെ മാത്സിലെ ബേസിക്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ് ടു 10th ഒക്കെ കുട്ടികൾ നന്നായിട്ട് തന്നെ കവർ ചെയ്യണം. 11th and 12th ഇനി ഒരിക്കലും PCB മാത്രം എടുത്തിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ ആരും എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാൻ തോന്നുന്നു. കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു സമയമല്ല. കാരണം ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. പിന്നെ ഈ ടെൻഷൻ കാരണം എക്സാം ഇങ്ങനെ പെട്ടെന്ന് വന്ന് മാറണം, ചിലപ്പോൾ നന്നായി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അതും എല്ലാവർക്കും അതേപോലെ തന്നെയാണ്. അത് ആർക്കും ഡിഫറൻ്റ് ഒന്നുമില്ല. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും എക്സാംസ് വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരാനുണ്ട്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിലോട്ടുള്ള എക്സാം വരാറുണ്ട്. ഇതൊക്കെ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പോയി എഴുതുക, നമ്മൾ നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്. ബാക്കി നമുക്ക് കുറച്ചുകൂടി ഡാറ്റ കിട്ടിയതിന് ശേഷം നമുക്ക് കട്ട് ഓഫ് ഒക്കെ ഒന്നുകൂടി നമുക്ക് ഇരുന്നൊന്ന് അനലൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ മോർ ദാൻ 100 മാർക്ക് ഡെഫിനറ്റ്ലി താഴോട്ട് വരും തന്നെയാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ പഠിച്ച ആളുകൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ താങ്ക്സ് ഷഫീർ സർ ആൻഡ് ഡോക്ടർ ബാസിൽ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.